അപ്പോൾ നമ്മൾ കാലത്ത് ലോഡ് ഇറക്കാൻ പോകട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ടായി. ഇവിടെ അടുപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം 5 കിലോമീറ്റർ ഉള്ളൂ കമ്പനിക്ക് കേട്ടോ ലോഡ് ഇറക്കാനായിട്ട്. നമുക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. എത്രയായി നമ്മൾ ഇനിയിപ്പോൾ ബാക്കി 600 മീറ്റർ ഉള്ളൂ. ആ കാണുന്നതാണ് അവിടെ ആയിട്ടാണ് കമ്പനി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ലോഡ് ഇറക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ലോഡ് എടുക്കാണ്ട് കേട്ടോ. നെതർലാൻഡിൽ തന്നെ ലോഡ് എടുത്തിട്ട് നമുക്ക് ഫ്രാൻസിലേക്കാണ് ഓട്ടം വന്നിരിക്കുന്നത് കേട്ടോ. ട്രിപ്പ് വന്നിരിക്കുന്നത്. ലോഡ് ഇറക്കാനുള്ള കസ്റ്റമർ നമുക്ക് ഫ്രാൻസിൽ വരുന്നത്. ഇത് ടിൽബർഗാണ് കേട്ടോ. നെതർലാൻഡ് ടിൽബർഗ് ആണ് സ്ഥലം. നമ്മളിവിടെ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് കമ്പനി വരുന്നതാണ്. നമുക്ക് ലോഡ് ഇറക്കാനുള്ള to arrive at your destination after 200 meters. You arrive at your destination after 100 meters. റൈറ്റ് സൈഡിലുള്ള കമ്പനിയാട്ടോ നമുക്ക് ലോഡ് ഇറക്കാനായിട്ട്. ഇവരുടെ ഗേറ്റ് വരുന്നത് ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇവിടെ ഗേറ്റിൽ കാണിക്കണം. അപ്പോൾ അവർ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എൻട്രൻസ് തരും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തൊരു ഓഫീസ് വരുന്നുണ്ട്. അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നും അറിയില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് 50 തരുന്നുണ്ടാവും. അത്യാവശ്യം വലിയ കമ്പനി കേട്ടോ. അതങ്ങോട്ട് ബാക്കോട്ടുണ്ട്. കഴിച്ച അപ്പോൾ നമുക്ക് ഇവിടുന്ന് റാമ്പ് തന്നുണ്ട് കേട്ടോ. 16 ആട്ടോ വന്നിരിക്കുന്നത്. 16 ഇവിടെ തന്നെ ഉണ്ട്. ഇതാ കാണുന്നതാണ് 16. ഇതാ അവിടെ. അപ്പോൾ നമുക്ക് റാമ്പിലിട്ട ശേഷം ഇവിടെ ഷവർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി കുളിച്ച് കുളിയൊക്കെ പാസ്സാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രാൻസിക്കുള്ള ലോഡ് എടുക്കാൻ പോകും. ഇതാണ് കേട്ടോ നമുക്കുള്ള റാമ്പ്. അപ്പോൾ നമുക്ക് റാമ്പിക്ക് ഇടാം. ഡോറ് തുറന്ന് വെച്ചിട്ടിടാം. നമ്മുടെ റാമ്പ് സെറ്റാണ്. റാമ്പ് സെറ്റ് അതിൻ്റെ സീല് നമുക്ക് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തായാലും കുഴപ്പമില്ല. ഇവരെ ഓപ്പൺ ആക്കി തന്നിട്ടോ. ഈ ഒരു ലോഡൊക്കെ ഇറക്കുമ്പോഴേക്കും നമുക്ക് പോയി കുളിച്ച് സെറ്റായിട്ട് വരാം. 10 മണി കേട്ടോ. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ഭയങ്കര വെയിറ്റിംഗ് ആയി. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ ചിക്കൻ കറി ഇരിപ്പുണ്ട് കേട്ടോ. ചിക്കൻ കറി പൊറോട്ട നമ്മൾ ഇറ്റലിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ച പൊറോട്ട നമുക്ക് പഠിക്കാം. പൊറോട്ട ചിക്കൻ കറി